ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ പ്ലാസ്റ്റിംഗ് തുടങ്ങിയപ്പോഴാണ് ഞാൻ വീട് സംബന്ധമായ പണികൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങിയത്. ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വീടിൻ്റെ പാല് കാച്ചൽ. അതിനുശേഷം ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളെന്ന ബട്ടൺ അമർത്തിയേക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. റോഡിൽ നിന്നും ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ മുറ്റത്ത് മൊത്തം കല്ല് വിരിച്ചേക്കാണ്. ഇതാണ് വീടിൻ്റെ ഫുൾ വ്യൂ. ഇത് സിറ്റ് ഔട്ട് കുറച്ച് നീങ്ങുക മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറ് തുറന്ന ലിവിംഗ് റൂമിലേക്ക് എത്തും. ഇതാണ് ഈ വീടിൻ്റെ ഓണർ. ഡബിൾ ലെയറിലാണ് മെയിൻ വാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെളിച്ചത്തിന് വേണ്ടി മുകളിൽ 3 വിൻഡോയും താഴത്തെ 2 വിൻഡോയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എപ്പോഴും നല്ല വെട്ടമാണ്, അതുകൊണ്ട് കറണ്ട് ഉപയോഗിക്കേണ്ടി വരികയില്ല. താഴത്ത് സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിംഗ് റൂമിന് കുറച്ച് ഫ്രണ്ട് നടന്ന പ്രാർത്ഥനാ മുറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രാർത്ഥനാ മുറി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാത്രങ്ങൾ വെക്കാനായിട്ട് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ടേബിൾ. വലിയ ഹോളായതുകൊണ്ട് 2 തിരിച്ചേക്കാണ് കബോർഡ് വെച്ചിട്ട്. സ്റ്റെയർ കേസും ഹോളിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോളിൽ നിന്ന് നേരെ കയറി ചെല്ലുന്ന ഒരു ചെറിയ പാസേജാണ്. അതിൻ്റെ ഇരുവശത്തുമായി ഓരോ ബെഡ്റൂമാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഇതിനകത്ത് എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. AC, 2 വിൻഡോ, കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കട്ടിൽ, ഡബിൾ കോട്ട് കട്ടിൽ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അത് അടിപൊളി ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാസേജ് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിലേക്ക് പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്നത്. ഒരു വാട്ട് ബേസിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ബാത്റൂമാണ്. ഹീറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന 2ാമത്തെ ബെഡ്റൂം. നേരത്തെ നമുക്ക് കാണിച്ചത് മാസ്റ്റർ ബെഡ്റൂമായിരുന്നു. ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറുതായിട്ട് ഡ്രസ്സിംഗ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കടന്നിട്ട് വേണം നമുക്ക് ബാത്റൂമിലേക്ക് കിടക്കാനായിട്ട്. അത്യാവശ്യം സെറ്റപ്പ് ബാത്റൂമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ കിച്ചണാണിത്. ഒരു ചെറിയ കിച്ചണോട് അപ്പുറത്തുണ്ട്. ഡബിൾ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് മുകളിൽ ഉറപ്പിച്ചിരിക്കുന്നത്. പുതിയ മോഡൽ അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എയർ വലിച്ചു പോകാനായിട്ട് ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ സൂപ്പറാക്കിയുണ്ട്. മുകളിലൊക്കെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ട് അടുക്കള നല്ല വൃത്തി മെനക്കും. കണ്ടാൽ തന്നെ എന്താ വാവ്, ആർക്കും ഇഷ്ടപ്പെടും അടുക്കള കണ്ട. ഇതാണ് ഈ വീടിന്റെ കിച്ചൺ. അടിയിലും സൈഡിലൊക്കെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. സ്ലാബിന്റെ മുകളിൽ സിങ്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുക്കളോട് ചേർന്ന് തന്നെ ചെറിയ സ്റ്റോർ റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് കടക്കാനുള്ള വഴിയാണ്. ചെറിയൊരു വരാന്ത മാതിരിയുണ്ട്, അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. മൊത്തം നടക്കുന്ന വഴിയിലൊക്കെ ടൈലിട്ടിട്ടുണ്ട്. ഈ വീടിന്റെ പുറത്തിറങ്ങിയാൽ ഫ്രണ്ട് ഡോറ് കൂടാണ്ട് വേറെ ഡോർ കൂടി വെച്ചിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കാനാണ്. ആ ഡോർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പുറത്തെ കാഴ്ചകൾ ഈ വീടിന്റെ. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. ഇനി സ്റ്റെപ്പ് വഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. സ്റ്റെപ്പൊക്കെ അടിപൊളി ഭംഗിയായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. സ്ലാബ് എടുത്ത് വെച്ചേക്ക് ഗ്യാപ്പിലാണ് സ്റ്റെയർ കേസ് പണിതിരിക്കുന്നത്. കൈവേലിയൊക്കെ നല്ല സൂപ്പറായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. അടിപൊളി ലൈറ്റാണ് ഹാളിൽ തൂക്കിയിരിക്കുന്നത്. ഇത്രയുമാണ് താഴത്തെ നിലയിലെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് താഴത്തെ നിലയുടെ മുകളിൽ തന്നെ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ സെറ്റപ്പായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം മുകളിലുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. താഴത്തെ മുകളിലും സെയിം വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയത്. ഇത് മുകളിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ആ റൂമിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതും ഒക്കെ അടിപൊളി സെറ്റപ്പാക്കിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിൽ ഒരു ചെരുവ് വാർത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൊക്കെ ഗ്രില്ല് വെച്ച് അടച്ചേക്കാണ്. നമുക്ക് വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിടാൻ പറ്റിയ സ്ഥലം കൂടിയാണിത്. താഴേക്ക് നോക്കുമ്പോൾ അടിപൊളി പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കിട്ടുന്നത്. ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, പ്രാർത്ഥനാ മുറി, വലിയ ഒരു ഹാള്, ഡബിൾ കിച്ചൺ, വർക്ക് ഏരിയ, ഒരു സ്റ്റോർ റൂം, താഴത്തും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായി 2 ബെഡ്റൂം, 4 ബാത്റൂം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബിന്റെ മുകളിലാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് കയറാൻ എളുപ്പത്തിന് വേണ്ടി ഹൈറ്റ് കുറച്ചാണ് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിന്റെ സ്ലാബാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വീടിന്റെ കാർ പോർച്ചാണ് നമ്മൾ കാണുന്നത്. 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തെ വ്യൂ. ഈ വീടിന്റെ ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ വീടിന്റെ കാഴ്ചകൾ. ഇതോടെ എന്റെ വീഡിയോ വൈൻഡപ്പ് ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.